ഈ രാവിൽ ഞാൻ നഖങ്ങളെക്കുറിച്ച് ഓർത്തുപോകുന്നു. ലോകത്തിൽ മരിക്കുന്നതിന് മുൻപ് മിക്ക മനുഷ്യർക്കും ഒരു തവണയെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ് പരോണിയ. നഖച്ചുറ്റ്, നഖച്ചുഴി എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് പരോണിയ. നഖക്ഷതങ്ങളും വല്ലാതെ മുറിവേൽപ്പിക്കും, അത് വിഷലിപ്തമാവുകയും ചെയ്യും. എന്നാൽ ചില നഖക്ഷതങ്ങൾ, ചില നഖസ്പർശങ്ങൾ സാന്ത്വനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഊർജത്തിൻ്റെ ലഹരി നമ്മിൽ നിറയും. അത്തരം ഒന്നാണ് അറിവിൻ്റെ നഖസ്പർശം. സ്വാഗതം, സുഖദം ഈ നഖസ്പർശം. ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പവർ. ഈ ദിവസത്തെ വിജ്ഞാന നഖക്ഷതം ഏൽക്കുന്നത് എനിക്കോ മത്സരാർത്ഥി. സ്വാഗതം ചെയ്യാം കൊല്ലം ജില്ലയിൽ നിന്നെത്തിയ ശ്രീ EM രാജനെ. പഴയ അശ്വമേധം കൈരളി ടിവിയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു. അന്നെൻ്റെ ഒരാഗ്രഹം ഈ അശ്വമേധം പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ചിരകാലാഭിലാഷം സഫലമായിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു തുക കിട്ടുകയാണെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിനും എൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും വിനിയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മത്സരത്തിൻ്റെ ഫലം എന്താണെന്ന് അറിയില്ല എങ്കിൽ പോലും ഞാൻ ആത്മവിശ്വാസത്തോടെ മത്സരത്തിന് പുറപ്പെടുകയാണ്. ശ്രീ രാജൻ, പ്ലീസ് വാക്ക് ഇൻ. നമസ്കാരം ശ്രീ EM. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ട്രാൻസ്പോർട്ടിൽ ജീവനക്കാരനായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. 2007. നമ്മൾ തമ്മിൽ കാണുന്നത് കൊല്ലം ജില്ലയിൽ. അതെ, കൊല്ലം ജില്ലയിൽ 2014 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഉച്ച കഴിഞ്ഞ നേരത്ത് ഓഡിഷൻ കേന്ദ്രത്തിൽ കടപ്പാക്കട സ്പോർട്സ് ക്ലബിൻ്റെ ഹാളിൻ്റെ മുകളിലത്തെ നിലയിൽ വെച്ച് നമ്മൾ കണ്ടു. ഞാൻ താങ്കളോടൊന്ന് എന്താ ചോദിച്ചത്? ഓഡിയൻസിനോട് 3 ചോദ്യം ചോദിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ താങ്കളോട് ചോദിക്കുന്നില്ല, താങ്കൾ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനോട് ചോദ്യം ചോദിക്കാൻ. താങ്കൾ എന്തൊക്കെയാണ് ചോദിച്ചത്? വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട കോങ്കോ പ്രസിഡന്റ് ആരായിരുന്നു? ആരായിരുന്നു? പാട്രീസ് ലുമുമ്പ. പിന്നെ എന്ത് ചോദിച്ചു? രണ്ടാമത് ചോദിച്ചത് അഴിമതി ആരോപണത്തിൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന ധനകാര്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു. അതിനാരോ കൃഷ്ണമാചാരി എന്ന് ആരും പറഞ്ഞില്ല. ശ്രീ രാജൻ, ആശംസകൾ, അഭിവാദ്യങ്ങൾ. താങ്കൾക്ക് പ്രവേശിക്കാം ഈ യാഗഭൂമി. ശ്രീ EM രാജനിൽ ആരംഭിക്കുന്ന ഈ രാത്രിയിലെ വിജ്ഞാന യാത്രയ്ക്ക് സാക്ഷി, കാവലാൾ, വഴികാട്ടി, നമ്മുടെ നോബൽ ഗൈഡ് ശ്രീ VK ശ്രീരാമൻ. നമസ്കാരം സർ. റൈറ്റ് ഗൈഡ്, ഗുഡ് ഈവനിങ്. കൊല്ലം എന്ന വാക്ക് ഇംഗ്ലീഷിൽ എഴുതി വായിക്കുമ്പോൾ കൊല്ലം എന്ന് മാത്രമല്ല, കൊള്ളാം എന്നും വായിക്കാം. യാഗം. താങ്കൾക്ക് യാഗത്തിലെ ആദ്യ വിജ്ഞാനഗോളത്തിൽ നിന്ന് ഒരു വിഷയം എടുക്കാം. എന്താണ് സാർ താങ്കൾക്ക് ലഭിച്ച വിഷയം? വിപ്ലവം. അതെ, ശരി. നാടകം എന്ന കലയിലൂടെ സമത്വ സ്വാതന്ത്ര്യങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു വിപ്ലവകാരിയാണ് സഫ്ദർ ഹഷ്മി. ശരിയോ തെറ്റോ? ശരി. എന്താണ് സാർ ഉത്തരം? ശരിയാണ് സാർ. ശരിയാണ്. അതിൽ ആലോചിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ ഉത്തരം 100% ശരിയാണ്. മെർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ താങ്കൾക്ക് സ്വന്തം. നാടകം എന്ന കലയിലൂടെ സമത്വ സ്വാതന്ത്ര്യങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ഹല്ലേ ബോൾ എന്ന മുദ്രാവാക്യവും മന്ത്രവും ഉയർത്തി അതിൻ്റെ പ്രകീർത്തനങ്ങളുമായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഫ്ദർ ഹഷ്മിയുടെ വിലപിക്കുന്ന ആത്മാവ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയിൽ അതിർത്തികളുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉത്തരം കാലം കണ്ടുപിടിക്കട്ടെ. നമുക്ക് രണ്ടാം വിജ്ഞാനഗോളത്തിലേക്ക് യാത്ര ചെയ്യാം. എന്താണ് ജീവജാലം? ഈ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവി എന്താണ്? 2 ഉത്തരങ്ങൾ. 1 നീലത്തിമിംഗലം, 2 സ്കോട്ടിഷ് ബൂട്ട്ലെസ് ടേപ്പ് വേം എന്ന നാടവിര.
ടേപ്പുവമാണ്. ടേപ്പുവം. അത് സ്കോട്ടിഷ് ബൂട്ട്ലെസ് ടേപ്പുവമാണ് എന്ന താങ്കളുടെ ഉത്തരം ശരിയാണ്. മെർ റിയൽട്ടേഴ്സിന്റെ 2500 രൂപ താങ്കൾക്ക് സ്വന്തം. സ്കോട്ട്ലാൻഡിലെ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത അസുഖമാണ് അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് ഈ നാടവരെ ഉണ്ടാക്കുന്നത്. ഇതിനെ സ്കോട്ടിഷ് ബൂട്ട്ലെസ് ടേപ്പുവം എന്നാണ് വിളിക്കുക. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതിന്റെ ചിത്രവും കാണാം. ഈ ടേപ്പുവം നിവർന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ നീളമുള്ള ഒരു ജീവിയാണ്. ശരി സർ, കൺഗ്രാറ്റുലേഷൻസ്. 3ാം വിജ്ഞാനഗോളത്തിലേക്ക്. എന്താണ് 3ാം റൗണ്ടിൽ താങ്കൾ തിരഞ്ഞെടുക്കുന്ന വിഷയം? അപരനാമങ്ങൾ. അപരനാമങ്ങൾ. പുതിയ പുതിയ വിഷയങ്ങൾ, പുതിയ പുതിയ ചിന്തകൾ, അങ്ങനെയല്ലേ ശ്രീ വി കെ ശ്രീരാമൻ? ശ്രീ അയ്യപ്പൻ മരിച്ചുപോയി. അദ്ദേഹം അയ്യപ്പൻ ഏത് അപരനാമത്തിൽ അറിയപ്പെട്ടു എന്നാണ് എൻ്റെ ചോദ്യം. കവി അയ്യപ്പനല്ല, കഥാകാരനായ അയ്യപ്പൻ അറിയപ്പെട്ടത് ഏത് അപരനാമത്തിൽ? ചോയ്സ് 1 അയ്യനേത്ത്, ചോയ്സ് 2 നന്ദനാർ, ചോയ്സ് 3 കോവിലൻ. കോവിലൻ. നന്ദനാർ ഗോപാലനാണ്, അയ്യനേത്ത് പത്രോസ്, അയ്യപ്പൻ കോവിലനാണ്. താങ്കളുടെ ഉത്തരം 100% ശരിയാണ്. മെർ റിയൽട്ടേഴ്സിന്റെ 5000 രൂപയുടെ ക്യാഷ് അവാർഡ് താങ്കൾക്ക് സ്വന്തം. ഇനി അവസാന കടമ്പ, അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ യജ്ഞത്തിൽ ഏർപ്പെടാം, ഹോട്ട് സീറ്റിൽ ഇരിക്കാം. റെഡി? റെഡി. ആ കടമ്പയിലേക്ക്, കാഴ്ച കടമ്പയിലേക്ക്. ഇതെന്താ ഇത് സർ? എന്താണിത്? എന്താ പ്രദീപ, എന്തെങ്കിലും ഒരു മരക്കമ്പ് വളച്ചു വെച്ച് കാണിച്ചിട്ട് ഇത് എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്നല്ലേ സാറിന്റെ മനസ്സിൽ ഇപ്പൊ തോന്നിയത് അല്ലേ? എന്താ ഞാൻ അങ്ങനെ വെറുതെ ചോദിച്ചല്ല സർ. ഇത് ഒരു ആയുധമാണ്. ഒരു വെറും ആയുധവുമല്ല, വളരെയധികം പ്രശസ്തമായ ഒരു ആയുധമാണ്. എന്താണ് ഈ ആയുധം? ബൂമറാങ്. എന്താണ് ബൂമറാങ്? ബൂമറാങ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? പിന്നെ ഉപയോഗിച്ചവരിൽ തന്നെ തിരിച്ചു ചെല്ലുന്ന ആയുധം. എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരികെ എറിഞ്ഞിടത്തേക്ക് തിരിച്ചെത്തും. ബൂമറാങ് എന്നുള്ള ആയുധമാണിതെന്ന് ഉള്ള താങ്കളുടെ ഉത്തരം ശരി തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. മെർ റിയൽട്ടേഴ്സിന്റെ 10000 രൂപ താങ്കൾക്ക് സ്വന്തം. ശ്രീ വി കെ ശ്രീരാമൻ, ഈ ടോപ്പോണിംസ് ഉണ്ട്, സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ. ജീൻസ് എന്ന വാക്ക് ഉണ്ടായത് ജനോവ എന്ന സ്ഥലത്ത് നിന്നാണ്. നോക്കിയ എന്ന വാക്കുണ്ടായത് ഫിൻലാൻഡിലെ നോക്കിയ എന്ന സ്ഥലത്തിൽ നിന്നാണ്. ഫെറാരിയിൽ നിന്ന്. ആയുധത്തിൽ നിന്നാണ് ബൂമറാങ് എന്ന വാക്ക് നമ്മുടെ രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ വളരെ ശക്തമായി ഉളവായത് അല്ലേ? ബൂമറാങ് ഒരു പ്രതീകം കൂടിയാണ്. ഈ ആയുധം മാത്രമല്ല, പലതും എറിഞ്ഞിടത്ത് തിരിച്ചെത്തും അല്ലേ സർ? ശ്രീ രാജൻ 10000 രൂപയുടെ സമ്മാനം നേടിക്കഴിഞ്ഞു. അദ്ദേഹം മത്സരത്തിൽ നിന്ന് 10000 രൂപയുമായി പിന്മാറുകയാണ്, അതോ താൽക്കാലികമായ നേട്ടങ്ങളിൽ മതിമയങ്ങി പിൻവാങ്ങുകയല്ല, ധീരമായ സാഹസിക മുന്നേറ്റം നടത്തുകയാണ് വിജ്ഞാനത്തിന്റെ ദൗത്യം എന്ന് തിരിച്ചറിയുകയാണ്? ആവോ, എനിക്കറിയില്ല.